അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ചൊരു അടിപൊളി വീഡിയോ ആയിരിക്കും. നമ്മളിപ്പോൾ രാവിലെ നേരത്തെ 4 മണിക്ക് എണിച്ചപ്പോൾ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, എല്ലാവരും ഇന്ന് ചായ അടിക്കുന്നത്. അപ്പോൾ നമ്മൾ 4 മണിക്ക് എണീറ്റിരിക്കുകയാണ്. ഞാൻ എന്ത് പറഞ്ഞാലും എണീറ്റിട്ടുണ്ടാവില്ല. ഇന്ന് ഇത്ര നേരത്തെ എണീക്കാനായിട്ട് കാരണമായിരുന്നല്ലോ, നമ്മളിന്ന് ഹോസ്കോട്ടോ ബിരിയാണി ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവാം. സോ അതുകൊണ്ടാണ് നമ്മളെല്ലാവരും നേരത്തെ എണീറ്റിരിക്കുന്നത്. കാര്യം 6 o'clock മുമ്പ് എത്തിയാൽ മാത്രമേ നമുക്ക് ചൂടോടെ ബിരിയാണി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഹോസ്കോട്ടോ ബിരിയാണിയുടെ ഫുഡ് വ്ളോഗാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആരോടും പറയാൻ ടാഗ് ഉണ്ട് ഇവന്റെ വീഡിയോയും പിന്നെന്തിന് സ്റ്റിക്കറൊക്കെ തന്നെ ഇത് പറയാനായിട്ടായിരുന്നോ? അപ്പം രാവിലെ 5 മണിക്ക് PH സ്റ്റാർട്ടിങ് ടു ഹോസ്കോട്ടെ ബിരിയാണി തിന്നാൻ ഇവിടെ നിന്ന് 20 കിലോമീറ്റർ. നല്ല കിഡിലോസ്കി തിരക്ക്. ജിയോ ചേട്ടാ, ഇത് തിരക്ക് കുറവാണ്. അതെ അതെ, ഇത് തിരക്ക് കുറവാണ്. അത് കണ്ട ഒരു ചെമ്പേ വെച്ചിട്ടുള്ളൂ. ഫുഡ് വാങ്ങിച്ച് ഇവിടെ വന്ന് കഴിക്കാനുള്ള സ്ഥലം. അതെ, ഒരാള് പോയാൽ 10 പേർക്കൊന്നും ബിരിയാണി അവർ തരില്ല. എവിടെയാണ് ദമ്മുള്ളത്? സോ അതാണ്. ഫോട്ടോ എടുത്ത് അമ്മയ്ക്ക് അയച്ചു കൊടുക്കണം. ഗുരുവായ കുട്ടി കൊടുക്കുന്ന പോകാൻ പറ്റില്ലെന്ന് ചോദിക്കണാണ്. അത് 3 മണിക്ക് കുളിക്കാൻ പറയും. ഇത് കുളിച്ചൊന്നുമില്ലെന്ന്. ഇത് എണീറ്റു കറക്റ്റ് തിന്നാൻ വന്നു. അതെന്താ ചേച്ചി 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 പ്രാർത്ഥിക്കുന്നത് ആവശ്യം, തിന്നുന്നത് അത്യാവശ്യം, രണ്ടിനും വ്യത്യാസം ഉണ്ടെന്ന്. കുഴപ്പമില്ല. അല്ലല്ല, ഇവിടെ വന്നപ്പോ മനസ്സിലായി ഇതും അത്യാവശ്യമാണെന്ന്. അല്ല, ആ സമയത്ത് സിസ്റ്റമാണ്. അവിടുന്ന് ടോക്കൺ വാങ്ങിച്ചിട്ട് ഇവിടെ പാർസല്, അവിടെ ഫുഡ് വാങ്ങിക്കാം. ഒരു ബിരിയാണിക്ക് 250 രൂപയാണല്ലോ. ആ, വെള്ളം വാട്ടർ 2 ബോട്ടിൽ. അപ്പൊ 250 രൂപയല്ലേ ഒരു ടോക്കൺ? എല്ലാത്തിനും ഒന്ന് തന്നെയാണോ? ഓക്കെ. അടുക്കി വെച്ചേ, ഓരോന്നായിട്ട് എടുത്ത് വെച്ചേ. ലൈമ് വെക്ക, അതെടുത്ത് സെന്ററിൽ കുത്തി വെച്ചോ. മറ്റേത് ഓക്കെ. ആ, രഞ്ജിച്ച് എനിക്ക് വേണ്ടി എടുക്കുന്നുണ്ടല്ലോ അല്ലേ? എടുത്തോളൂ 2-3 എടുത്ത് വെച്ച് എക്സ്ട്രാ എടുത്തോ, കുഴപ്പമൊന്നുമില്ല. ഇത് നാരങ്ങ വേണ്ട? എടുത്തോ. ബാബുവാ, ഇനി നമ്മുടെ പരിപാടി തീർന്നു. ഇനി ഫുഡ് കഴിക്കാൻ പോവാ. ബാബാ.
ഓടി എന്നെ ഫൈനലി കിട്ടിയെന്നല്ലേ പൊക്ക 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 പൊക്ക. കുറച്ചേക്കാൻ പറ്റില്ല. നല്ല മസാല മസാല ചെയ്യുന്നുണ്ട് ഓൾറെഡി അകത്തെരിയുന്നത് കൊണ്ട് ഇത് പോകുമ്പോ അറിയുന്നില്ലെന്ന് മാത്രം. ഇത് കുറെ ഉണ്ടല്ലോ ചേട്ടാ പ്ലേറ്റ് കാണാൻ ഇത്തിരിയാണെങ്കിലും കുറെ ഉണ്ട്. ചേട്ടാ ജിയോ ചേട്ടാ എരിവ് കുറവായി പോയല്ലേ? വലിയ ചേട്ടാ കൊറേ നേരമായിട്ട് അത് വെച്ച് എന്താ ചെയ്തോണ്ടിരിക്കണേ? വേദനിക്കും അതിന്. അത് ഇവള് ലിഷ്യസിന്റെ ആളാണോ? ഇന്നലെ ഉണ്ടല്ലോ സൊമാറ്റോടെ ഒരു മെസ്സേജ് പിണക്കമാണ് ക്വാണ്ടിറ്റി അതി പിണക്കമേ നമ്മൾ തമ്മിൽ പറഞ്ഞു ഓർഡർ ചെയ്ത് ഞാൻ എത്തിക്കാം. എന്തൊരു മാർക്കറ്റിംഗ്. വലിയ ചേട്ടാ ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലാണ്. ഒരെണ്ണം വാങ്ങിച്ചാൽ രണ്ടുപേരും സുഖമായിട്ട് കഴിക്കും. അപ്പൊ ഫ്രണ്ട്സ് മനീസ് ദം ബിരിയാണി കഴിച്ചു പുറത്തിറങ്ങി. കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഭയങ്കര ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോ ഇപ്പൊ കുറച്ച് കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ കഴിക്കാൻ പറ്റാത്ത അത്രയും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ വാങ്ങിച്ചിട്ട് കഴിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. കുറേ അധികം പീസ് ഉണ്ട്. മട്ടൻ ബിരിയാണി മാത്രമേ ഉള്ളൂ, ചിക്കൻ ബിരിയാണി ഇല്ല. അപ്പം രാവിലെ വന്നു കഴിഞ്ഞാൽ 6 മണിക്ക് വന്ന് ഞങ്ങൾ 6 മണിക്ക് നേരത്തെ എത്തിയപ്പം ഈ ദമ്മ പൂട്ടിക്കുന്നൊക്കെ കാണാൻ പറ്റി. നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട് വന്നാലും ഇപ്പോൾ വരുന്ന സമയത്ത് വലിയ തിരക്കുണ്ടായിരുന്നില്ല. വരുമ്പോൾ ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നോക്കുമ്പോൾ അധികം ആൾക്കാരില്ല. സോ അപ്പം നിങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വരുന്നതെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ചില ദിവസങ്ങളിൽ ഞായറാഴ്ചകളിലൊക്കെ ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ എരിവ് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതലായിട്ട് ഇഷ്ടമാവും. എനിക്ക് സ്പൈസി അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമല്ല. മേ ബി രാവിലെ നേരത്തെ നമ്മൾ കഴിക്കുന്നത് കൊണ്ട് ക്വാണ്ടിറ്റി അകത്തേക്ക് ചിലപ്പോൾ ഫുഡ് ഇൻടേക്ക് കുറവായിരുന്നു. പിന്നെ പീസസിൻ്റെ കാര്യം പറയുമ്പോൾ നല്ല രീതിക്ക് പീസുണ്ട്. അപ്പം നോക്കുവാണെങ്കിൽ നിങ്ങൾ ബാംഗ്ലൂർ വരുവാണെങ്കിൽ ബാംഗ്ലൂരിൻ്റെ പേര് ഹോസ്കോട്ടയെന്നാണ്. അപ്പോൾ ഇത് നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ KR പുരം റെയിൽവേ സ്റ്റേഷൻ, ആ റെയിൽവേ സ്റ്റേഷനിൻ്റെ അവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു 18 കിലോമീറ്റർ ഇങ്ങോട്ടാണ്. ഓൾഡ് മെഡ്രാസ് റോഡിൽ 18 കിലോമീറ്റർ വന്നു കഴിഞ്ഞാലാണ് ഈ ഒരു സ്ഥലം. അപ്പോൾ ബിരിയാണിയുടെ വില അത് ഞാൻ പറഞ്ഞില്ലായിരുന്നത്. ബിരിയാണിയുടെ വില 250 രൂപയാണ്. പക്ഷെ അതിന് വേർത്താണ്. നമ്മൾ കാണുമ്പോൾ ആദ്യം ക്വാണ്ടിറ്റി കുറവാണെന്ന് വിചാരിക്കും. നമ്മളും കുറവാണെന്ന് വിചാരിച്ച് കുറേ വാങ്ങിച്ചു. പക്ഷെ വേസ്റ്റ് ആയില്ല, സംഭവം കഴിച്ചു തീർത്തു. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത് രാവിലെ ആകുമ്പോൾ കഴിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചായിട്ട് വാങ്ങിച്ചാൽ ആദ്യം ടേസ്റ്റ് ചെയ്യാം. എല്ലാം ഉറപ്പായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ഇല്ലെങ്കിൽ അടുത്തൊരു കൈവായിരിക്കും. അപ്പോൾ അടുത്തൊരു ഫുഡ് ബ്ലോഗുമായിട്ട് നിങ്ങളെ കാണുന്നത് വരെ ബൈ ബൈ ഫ്രം സൂര്യൻ. ബൈ.